പ്രശാന്ത്, ഈ ശാലിനിയും ദിസ്നയും ഒക്കെ കേൾക്കാനാണ്. കാരണം ഈ പകർച്ചവ്യാധി പ്രതിരോധത്തിന് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയൊക്കെ നിയോഗിച്ചിരുന്നു ആരോഗ്യ വകുപ്പ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, RRT. പക്ഷെ അവരുടെ പ്രവർത്തനം എപ്രകാരമാണ് പോകുന്നതെന്ന് അറിയണം. അതോടൊപ്പം തന്നെ ഒരു കൺട്രോൾ റൂം, ഈ ജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക, ആരോഗ്യ വകുപ്പിന് തന്നെ വിവിധ ഈ ഉപവകുപ്പുകളുടെയൊക്കെ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്നതൊക്കെ ലക്ഷ്യമിട്ട് കൺട്രോൾ റൂമൊക്കെ തുറന്നിരുന്നു. പക്ഷേ അതൊക്കെ പ്രവർത്തനക്ഷമമാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പ്രശാന്ത്, ഇനി കൊല്ലം ജില്ലയിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത് എന്തൊക്കെയാണ്? കാരണം ഈ പകർച്ചവ്യാധി ഭീതി മറ്റ് ജില്ലകൾക്ക് സമാനമായി കൊല്ലത്തുമുണ്ടോ? ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലാ ആശുപത്രിയാണ്. ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കൊല്ലത്തെ അവസ്ഥ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ എലിപ്പനി അടക്കം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് കൊല്ലത്തുള്ളത്. ഡെങ്കിപ്പനി പിടിച്ച് ഒരു ഗർഭിണിയായ യുവതിയും അതുപോലെ തന്നെ എലിപ്പനി പിടിച്ച് 5 പേരുമാണ് മരണപ്പെട്ടത്. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കാര്യം തന്നെയാണ്. കാരണം പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളുന്നൊരു സാഹചര്യമാണ് നമുക്ക് ജില്ലയിലുടനീളം കാണാൻ കഴിയുന്നത്. അതായത് പല സ്ഥലത്തും നമുക്ക് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട യുവതി ഡെങ്കിപ്പനി പിടിച്ചാണ് മരണപ്പെട്ടത്. അങ്ങനെ ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് ഈ അസുഖം പടർന്നു പിടിക്കാതെ ഇരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ അത്തരം നിർദ്ദേശങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോഗിങ്ങോ അല്ലെങ്കിൽ സ്പ്രേയിങ് അടക്കമുള്ള മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ ജില്ലയിൽ കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ മരണപ്പെട്ട കുടുംബത്തിൽ 5 പേർക്ക് കൂടി, ആ കുടുംബാംഗങ്ങളായ 5 പേർക്ക് കൂടി അസുഖം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ എലിപ്പനിയാകട്ടെ, അതുപോലെ തന്നെ ഡെങ്കിപ്പനിയാകട്ടെ, മഞ്ഞപ്പിത്തമാകട്ടെ, ഈ അസുഖം പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു അനാസ്ഥ അത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അസുഖങ്ങൾ കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുന്നതിനുള്ള കാരണമാകുന്നതെന്നാണ് പ്രധാന വിലയിരുത്തലായിട്ടുള്ളത്. ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളിലെല്ലാം ദിനംപ്രതി നിരവധി പേരാണ് ഇത്തരത്തിൽ രോഗബാധയുമായി വരുന്നത്. എന്നാൽ അത്തരം ആളുകളെ ചികിത്സിക്കുന്നതിനടക്കമുള്ള സംവിധാനങ്ങളുടെ ഒരു അപര്യാപ്തതയും ഉണ്ട്. മാത്രമല്ല, ഇങ്ങനെ ആളുകൾ കൂട്ടമായി എത്തുമ്പോൾ അല്ലെങ്കിൽ ഈ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് വേണം നമുക്കറിയാൻ. മാത്രമല്ല, കണക്കുകൾ പോലും കൃത്യമായ ഒരു കണക്കുകൾ നൽകാൻ പോലും ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല. ഇന്നും ജില്ലയിൽ എത്ര പേർക്ക് അസുഖം പടർന്നു പിടിച്ചു എന്നതിനടക്കമുള്ള ഒരു കണക്കുകൾ നൽകുവാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്ന, മാധ്യമങ്ങളടക്കം നൽകുവാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് നിരവധി പേർ ഇത്തരത്തിൽ അസുഖം പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഈ ഗുരുതരമായ ഒരു അനാസ്ഥ തുടരുന്നൊരു സാഹചര്യവും ജില്ലയിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആരോഗ്യവകുപ്പുമായി DMOയുമായൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് സർക്കാർ വെബ്സൈറ്റിൽ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ അത് കൃത്യമായ ഒരു കണക്കുകൾ നിരത്തുവാനോ അല്ലെങ്കിൽ കണക്കുകൾ നൽകുവാനോ ഒന്നും സാധിക്കുന്നുമില്ല. മാത്രമല്ല, അസുഖം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ജില്ലയിലുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം പാളുന്നു. മാത്രമല്ല, ഈ പ്രധാന ആശുപത്രികളിലൊക്കെ പ്രത്യേക ഫീവർ ക്ലിനിക്ക് അത് രൂപീകരിക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് 2 മാസം മുമ്പ് ഈ കാലവർഷം എത്തും മുമ്പുള്ള ഈ ന്യൂനമർദ്ദത്തിലൊക്കെ നല്ല രീതിയിലുള്ള പെരുമഴ സംസ്ഥാനത്ത് ലഭിച്ചപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്രകാരമുള്ള പ്രത്യേക ഫീവർ ക്ലിനിക്കുകൾ എല്ലാ പ്രധാന ആശുപത്രികളിലും ആരംഭിച്ചതായി അറിവുണ്ടോ പ്രശാന്ത്? അതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇത്തരത്തിൽ ആരംഭിച്ചു എന്നൊക്കെ സർക്കാർ പറയുന്നതല്ലാതെ അതിന്റെ കൃത്യമായ രീതിയിലേക്കൊരു നടപടി, അതിന്റെ എന്ത് നടപടി സ്വീകരിച്ചെന്നോ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എന്തെന്നോ ഒന്നും പറയുവാൻ ഇതുവരെ കഴിയുന്നുമില്ല. ഈ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ നേരത്തെ നടത്തണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അത് പഞ്ചായത്ത് തലങ്ങളിലോ അല്ലെങ്കിൽ വാർഡ് തലങ്ങളിലോ ഒന്നും ഇത് നടത്തപ്പെട്ടിട്ടില്ല. മാത്രമല്ല, നഗരസഭകളിലേക്ക് വരികയാണെങ്കിൽ കോർപ്പറേഷനുകളിലും ഇത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് പടർന്നു പിടിക്കുവാനുള്ള ഒരു വലിയ കാരണമായി കണക്കാക്കപ്പെടുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനകത്ത് സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇത്തരം ഈ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ അടക്കം നടത്തുന്നതിനായി ഫണ്ട് അനുവദിച്ചില്ല എന്നതാണ് മറ്റൊരു വിഷയമായിട്ട് ഉന്നയിക്കുന്നത്. അതുകൂടി ആയതോടുകൂടിയാണ് ഇത്തരത്തിൽ പൂർവ്വ ശുചീകരണങ്ങൾ അടക്കം പാളുന്നൊരു സാഹചര്യത്തേക്ക് എത്തുന്നത്. പല സ്ഥലങ്ങളിലും ഈ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതായത് വെള്ളക്കെട്ടിൽ മലിനജലം കെട്ടിക്കിടന്ന് അതിൽ കൊതുക് മുട്ടയിട്ട് പെരുകയും അങ്ങനെ രോഗവ്യാപനം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, എലിപ്പനി അടക്കം പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് ജില്ലയിൽ ഉടനീളമുള്ളത്. ഇത് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് സർക്കാരിന്റെ കടുത്ത അനാസ്ഥ തന്നെയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം
അത് നിഷ്ഫലമാകുന്ന ഒരു സാഹചര്യം ജില്ലയിലുടനീളം കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ദിനംപ്രതി അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലെല്ലാം നിരവധി ആളുകൾ ചികിത്സ തേടിയെത്തുന്ന സാഹചര്യമുണ്ട്. ജില്ലയിലുടനീളം അസുഖം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അതിലേക്ക് അത്തരമൊരു സാഹചര്യത്തെ പ്രതിരോധിക്കുവാൻ ഇനിയും സർക്കാർ തയ്യാറായില്ലെങ്കിൽ അത് വലിയൊരു അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയുള്ളൂ. ദിനംപ്രതി ഈ രോഗികളുടെ എണ്ണത്തിൽ ഉള്ള വർധനമുണ്ടാകും. അത് പിന്നീട് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തിച്ചേരുമെന്നതിനും തർക്കമില്ല. തീർച്ചയായും